കണ്ടില്ലേ, നിറയെ ഫുള്ള് തേനാണ്. പല പച്ചക്കറികളൊക്കെ ഉണ്ട്. ഇത്രയും നല്ല സ്രോതസ്സുള്ള സ്ഥലത്ത് ആകെ ചെയ്ത് ഒറ്റ മിസ്റ്റേക്ക് കാരണമാണ് തേന് മൊത്തം നമുക്ക് കുറഞ്ഞു പോയത്. അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ തേനീച്ചകൾ വെക്കാനുള്ള കാരണം എന്താ ശരിക്കും? അങ്ങനെ ഞങ്ങള് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഫസ്റ്റ് ഇരിട്ടി. ഇന്ന് നമുക്ക് കണ്ണൂർ ഭാഗത്ത് 2 സ്ഥലത്തേക്കാണ് പോകാനുള്ളത്. ഒന്ന് നമ്മൾ ഇരിട്ടി, ഫസ്റ്റ് ലൊക്കേഷൻ അവിടെയാണ്. ഇരിട്ടി ചെന്നിട്ട് അതിൻ്റെ കുറച്ചപ്പുറത്ത് തന്നെ മറ്റൊരു സ്ഥലത്തും കൂടി പോകാനുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ 2 കൊല്ലം മുമ്പ് അവർക്ക് നമ്മൾ ചെറുതേനീച്ച കോളനി കൊടുക്കുക. എന്നിട്ട് അവരൊക്കെ വിദേശത്താണുള്ളത്. അപ്പം നമ്മളെ കൊണ്ടുപോയി അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇപ്പം നമ്മളത് സർവീസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 2 ആഴ്ച മുമ്പേ കോൺടാക്ട് ചെയ്തിരുന്നു. അവിടെ ഒന്ന് തേനും ഒന്ന് പിരിക്കാനുണ്ടെങ്കിൽ പിരിക്കാനൊക്കെ. സ്പ്ലിറ്റിങ്ങും ഹാർവെസ്റ്റിങ്ങും നമുക്ക് അവിടെ പണിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. പിന്നെ അവർക്ക് കുറച്ച് ചെറുതേനീച്ച കോളനിയും കൊണ്ടുപോകുന്നുണ്ട്. ഒക്കെ നമ്മൾ ഡിക്കിയിൽ മുകളിൽ ബേക്കിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് കണ്ടേ പച്ച കളർ കോളനി, ഇതൊക്കെ തേനീച്ച കോളനിയാണ്. അപ്പോൾ നമ്മൾ നേരെ അവിടെ ചെല്ലുന്നു. എന്നിട്ട് ഇന്ന് പെട്ടെന്ന് തന്നെ പരിപാടി തീർക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വളരെ വൃത്തിക്ക് തന്നെ ചെയ്തിട്ട് നേരെ മറ്റൊരു സ്ഥലത്ത് പോകാണ്ട്. അങ്ങനെ 1-2 സ്ഥലത്ത് നമ്മൾ തേരെടുപ്പാണ് ഇന്നത്തെ യാത്ര. ഇന്നലെ അതന്നെ യാത്ര, ഇന്നലെ ഫ്രീ ആണല്ലേ? ഇന്നലെ ഫ്രീ. മെനഞ്ഞാൽ നമ്മൾ കോഴഞ്ചേരി താമരശ്ശേരി ഭാഗം പോയി. ഇന്ന് നമ്മൾ കണ്ണൂർ ഭാഗത്താണ് പോകുന്നത്. ഓക്കെ, അപ്പം ആ കാഴ്ചകൾ അവിടെ ചെന്നിട്ട് ഉള്ള കാഴ്ചകളൊക്കെ കാണാം. എങ്ങനെ? അപ്പൊ നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഇവിടെ ഇതിപ്പോ 2ാമത്തെ നിലയല്ലേ? 2ാമത്തെ നിലയിൽ ഇതാ ഇങ്ങനെയാണ്. ഇവിടെ ഒരു ഗ്രില്ല് വെച്ചതിന്റെ ഇടയിലാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പം തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നിലത്ത് സ്റ്റാൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ബദ്ധസാക്കി വെക്കണം. അപ്പൊ ഇത്രയും ദൂരം തേനീച്ചകള് പ്രകൃതിയിൽ നിന്ന് തേനെടുത്തിട്ട് ഇങ്ങനെ പൊന്തി വരണം. താഴേന്ന് പൊന്തി വരുമ്പോൾ അവർക്ക് വെയിറ്റ് ഉണ്ടാവും തേനുള്ളതുകൊണ്ട്. അപ്പോൾ ഇതിന്റെ ഉൽപാദനം കുറച്ച് കുറയും. പക്ഷെ ഇതേ സാധനം നേരെ തോട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഡബിളായിട്ട് ഉൽപാദനം കൂടും. അപ്പൊ നമുക്ക് വൃത്തിക്ക് മട്ടം പോലെ ചെയ്യാം. സ്റ്റാൻഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ പരിപാടി തുടങ്ങുകയാണ്. ഇതാണ് ഇത്ര ഹൈറ്റിലാണ് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉൽപാദനം കുറവായിരിക്കും. അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയൊക്കെ എന്താണ്. ഓക്കെ, തേനുണ്ട്. ഇതിൽ പുതിയ റാണിയാണ്. ഇതിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. ഇതാണ്, ഈ ഭാഗത്ത് തേനുണ്ട്. ഇതിൽ റാണി നഷ്ടപ്പെട്ടിട്ട് പുതിയ റാണി മുട്ടിട്ടുകൊണ്ടിരിക്കുന്നതാണിത്. അപ്പോൾ ഐസ്ക്രീം കപ്പ് മാതിരിയുള്ള ഫേക്ക് സെല്ലല്ല, ഒറിജിനൽ മുട്ടയാണത്. കാണാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ തേന് ഇവിടെയുള്ള ഈ തേൻ മാത്രം എടുക്കുകയാണ്. ഭൂമിയിലോട്ട് ഇറങ്ങട്ടെ. നല്ല ഈച്ച ഉണ്ട്. ഓക്കെ, പുതിയ മുട്ടകളാണ് ഇതിൻ്റെ. ഇതിൽ തേനറയിൽ വെച്ച തേൻ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ എടുക്കാം. അയ്യോ, ഇതാണ് ശുദ്ധമായ തേൻ. ഇത് ആദ്യമായിട്ടില്ലേ വിളവെടുക്കുന്ന ചേച്ചി? ഇതാണ് തേൻ. ഇനി ശുദ്ധമായ തേൻ എന്ത് ചെയ്യുക, കഴിക്കാം. ഏറ്റവും ഔഷധ ഗുണമുള്ള, കേരളത്തിൽ കിട്ടാതെ വെച്ച് ഏറ്റവും ഔഷധ ഗുണമുള്ള തേനാണ് ഈ ചെറുതേൻ. ഇത് ചെറിയ പൂക്കളുണ്ടല്ലോ, ചെറിയ പൂക്കളിൽ നിന്നാണ് ഇത് തേൻ ശേഖരിക്കുക. വല്ലീച്ച മാതിരിയല്ല. വല്ലീച്ച വലിയ പൂക്കളിൽ നിന്നൊക്കെ ശേഖരിക്കും. ഇത് ചെറിയ പൂക്കളിൽ മാത്രം. അപ്പോൾ ഈ ചെറിയ പൂക്കളിൽ കൂടുതലും ഔഷധ ഗുണങ്ങളുള്ള പൂക്കളായിരിക്കും. അതുകൊണ്ട് തന്നെ ഗുണം കൂടും. തോർത്ത്. അപ്പോൾ ഇതിൽ പിന്നെ റാണി മുട്ട ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പുതിയ മുട്ട മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, മറ്റു കൂട്ടുന്ന വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മുട്ടയും കൂടി വെച്ച് കൊടുക്കണം. നമ്മൾ വെച്ച് കൊടുക്കണം.
അതങ്ങനെ നിൽക്കട്ടെ. അടുത്ത പ്രിൻസിപ്പാളിൽ അല്ല ഈച്ച കുറച്ചൊന്ന് കീറിയിട്ട് അടച്ചിട്ട് വെക്കാം. താഴെ വെച്ച ആരും കൊണ്ടുപോകുന്നില്ലല്ലേ ചേച്ചി? കാണുന്നെടുത്ത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ കള്ളന്മാരൊന്നുമില്ലല്ലോ ഇവിടെ? അങ്ങനെയൊന്നും ആൾക്കാർ കൊണ്ടുപോകാൻ ചാൻസ് കുറവാണ്. ഇതിലും പുതിയ കോളനിയാണ്. ഓ ആ ഇപ്പൊ വിളിച്ചാൽ കിട്ടുമോ? അവനോട് ചോദിച്ചിട്ട് നമുക്ക് വെക്കാം. ഓ ആ എന്റെ മട്ടത്തിന് വെച്ചു. കാരണം നമ്മള് വെച്ചിട്ട് തേനില്ലെങ്കിൽ തേനായി ഇതിനൊക്കെ എടുക്കാൻ മാത്രമുള്ള തേൻ കാണില്ല. തേനെടുത്ത് വരുമ്പോ വെയിറ്റ് ചെയ്യും. നമുക്ക് റെഡിയാക്കാം. പ്രാവശ്യം പോലെ അടുത്ത പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം, നല്ല വൃത്തിക്ക് വെക്കാൻ പറ്റും. കണ്ടോ കോളനിയിൽ തേനൊക്കെ ഒരു നന്നായിട്ട് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഹൈറ്റിൻ്റെ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. തേനൊക്കെ ഇവിടെ ഇഷ്ടമാതിരി കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, നല്ല മധുരമുള്ള തേന ടേസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ ഇത്ര ഹൈറ്റിലായതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. കണ്ടോ താഴെന്ന് ഒരു തേനെടുത്ത് വരണം. അപ്പം നമ്മളിതെല്ലാം കോളനി എടുത്തിട്ട് സ്റ്റാൻഡിൽ താഴെ കൊണ്ട് വൃത്തിയിൽ നമ്മൾ അടുക്കി വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ മുകളിൽ 2ാം നിലയിലുള്ള തേനീച്ചക്കോളനി മുഴുവൻ എടുത്തിട്ട് നമ്മൾ സ്റ്റാൻഡിൽ 1ാമത്തെ ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ വെക്കുകയാണ്. ഇവിടെ അങ്ങ് കാണാൻ നല്ല ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാൻഡിൽ നമ്മൾ വെക്കുകയാണ്. അപ്പോൾ മുകൾ വശത്ത് വെച്ചാലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈച്ചകൾ അടിയിൽ നിന്ന് തേൻ എടുത്തിട്ട് മേലോട്ട് പോകണം. അപ്പോൾ ഈച്ചയുടെ ദേഹത്ത് വെയിറ്റ് ഉണ്ടാവും. തിരിച്ച് തേനുമായിട്ട് പോകുന്ന സമയത്ത് തേനും ഉണ്ടാവും, പൂമ്പൊടിയും ഉണ്ടാവും. അപ്പോൾ ഈച്ചക്ക് ഇങ്ങനെ മേലോട്ട് പോകാൻ ചിലപ്പോൾ ഒരു കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രയാസമാവും. അതുകൊണ്ട് കഴിയുന്നതും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നിങ്ങൾ തേനീച്ച കോളനി വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, തീരെ സൗകര്യമില്ലെങ്കിൽ മാത്രം നമ്മൾ 2ാമത്തെ ഫ്ലോറും 3rd ഫ്ലോറൊക്കെ നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇതേപോലത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വെക്കാം. ഫ്ലാറ്റിൽ തേനീച്ച കോളനി വെച്ച ആളുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ പരമാവധി വെക്കാൻ പറ്റുകയാണെങ്കിൽ അത് വെക്കേക്ക് നന്നാവുക. കാരണം എപ്പോഴും ശ്രദ്ധിക്കുക, ഈച്ചകൾ പിന്നെ ഒരു താഴ്വാരത്ത് പോയിട്ട് തേനെടുത്ത് വേഗം വന്ന് കൂട്ടിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്ക് നമ്മൾ സജ്ജീകരിച്ച് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ഇതിലൊക്കെ ഒരു സ്റ്റാൻഡിൽ 4 എണ്ണത്തെ വെക്കുന്നത് കേട്ടോ. സ്റ്റാൻഡിൻ്റെ ലഭ്യത കുറവ് കൊണ്ട് ഒരു സ്റ്റാൻഡിൽ 4 എണ്ണമാണ് വെക്കുന്നത്. സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യം ഒരു സ്റ്റാൻഡിൽ 1 അല്ലെങ്കിൽ 2. അപ്പോൾ നമ്മൾ 4 വെക്കുമ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട്. പക്ഷേ നമ്മൾ സ്റ്റാൻഡ് കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ. അതുകൊണ്ടൊന്നും ഒരു സ്റ്റാൻഡിൽ നമ്മൾ 4 വെക്കുകയാണ്. ഇവിടെ ഏകദേശം 10-25ഓളം കോളനികൾ നമ്മൾ സ്ഥാപിക്കാനുണ്ട്. ഓക്കെ, അപ്പം ഡയറക്റ്റ് പൊസിഷനിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോളനി കേട്ടോ. അതായത് അത്യാവശ്യം ഇവിടെ നല്ല തേൻ കിട്ടുന്ന സ്രോതസ്. കാരണം പാഷൻ ഫ്രൂട്ട് ഉണ്ട്, മത്തേനുണ്ട്, കുമ്പളുണ്ട്, പല കൃഷിയുണ്ട്, റംബൂട്ടാനുണ്ട്, പല പച്ചക്കറികളൊക്കെ ഉണ്ട്. ഇത്രയും നല്ല സ്രോതസ്സുള്ള സ്ഥലത്ത് ആകെ ചെയ്ത ഒറ്റ മിസ്റ്റേക്ക് കാരണമാണ് തേന് മൊത്തം നമുക്ക് കുറഞ്ഞു പോയത്. അതിൽ 1ാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയരത്ത് കൊണ്ടുപോയിട്ട് കൂട് വെച്ചെന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാം. ഹൗസ് ഓണർ ഇവിടെ ഒരുപാട് ഫലവൃക്ഷ തൈകളും ഫ്ലവർ ചെയ്യുന്നതും ബ്ലൂമിനൊക്കെ ഒരുപാട് ഫലവൃക്ഷ തൈകൾ, പച്ചക്കറികൾ, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ എന്തൊക്കെയോ പഴങ്ങൾ, മത്തേന്, കുമ്പളം, എല്ലാവിധ പച്ചക്കറിയൊക്കെ നട്ടിട്ടുള്ള നല്ലൊരു ലൊക്കേഷനാണ്, നല്ലൊരു എപ്പിയേരിയാണ്. പക്ഷേങ്കിൽ ഇവർ അത്രയും നല്ല സൗകര്യം, ഏകദേശം ഒരു ഏക്കറിൻ്റെ ഒക്കെ അടുത്ത് സ്ഥലം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും സ്ഥലം ഉണ്ടായിട്ട് ഒരു തേനീച്ച കോളനി വെച്ചത് 2ാം നിലേൻ്റെ മേലെ അതൊരു ഗ്രില്ലിൻ്റെ ഒക്കെ നടുവിലാണ്. എന്താ ചെയ്യുക? അപ്പോൾ നമ്മളിത് കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ ഡയറക്റ്റ് ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ഇത് കറക്റ്റ് ചെയ്ത് ക്ലിയറാക്കി കൊടുത്തത്. അപ്പോൾ നമ്മൾ കോളനിയൊക്കെ സ്റ്റാൻഡിൽ തന്നെ പരമാവധി നമ്മൾ വൃത്തിയിൽ വെച്ചു. പക്ഷെ ഇവിടെ ഒരു സ്പ്ലിങ്ങറും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് പ്ലാസ്റ്റിക് കവറും കൊണ്ട് ഫുള്ളും കവർ ചെയ്യുന്നുണ്ട്. ഇവിടെ സ്പ്ലിങ്ങർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നന കൊടുക്കുന്ന സാധനം. അപ്പോൾ ഇങ്ങനെ സ്പ്ലിങ്ങറിലായിരിക്കും നമ്മൾ ആ ഏരിയയിലേക്ക് തേനീച്ച കോളനി വെക്കുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട് നന്നായിട്ട് പൊതിയണം, എന്നിട്ട് വെക്കണം. കൂടുതൽ നനവ് ഒരു കാരണവശാലും തട്ടരുത്. ചെറുതേനീച്ചയാണ്, വളരെ സെൻസിറ്റീവാണ്. പെട്ടെന്ന് തന്നെ ഈച്ചൻ്റെ ഉള്ളിൽ ഈർപ്പം തട്ടി, കൂടിൻ്റെ ഉള്ളിൽ ഈർപ്പം തട്ടി ഈച്ചകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരു കാരണവശാലും കോളനികൾ നഷ്ടപ്പെടാൻ പാടില്ല. അപ്പം നനവ് വീകുന്ന ഏരിയ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കവർ ചെയ്യണം. അപ്പോൾ തങ്ങൾ എൻട്രൻസൊക്കെ അയച്ചു, എന്നിട്ട് ടീച്ചറിനെ നമ്മൾ പിന്നെ പുറത്തേക്ക് വിടുകയാണ്. ഇത് നമ്മൾ തലേ ദിവസം രാത്രി തേക്കിലാണ് കേട്ടോ. ഇവിടെയും വെച്ചാലുള്ള പ്രശ്നം എന്താ അറിയോ? ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് ഫുള്ളും ഗ്രിൽസാണ്. അതായത് ഗ്രിൽസാണ്.
അത് ഗ്രിൽസിന്റെ അവിടെ എങ്ങനെയാണ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കണതാണ്. ഇത് സംഗതി ഉയരൊക്കെ കറക്റ്റാണ്. പക്ഷെ ഇവിടുത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഗ്രിൽസിന്റെ ഉള്ളിൽ കൂടി ഈച്ച പോകണം. അപ്പോൾ മറ്റേ 8 കാലം എന്താക്കും, രാത്രി വന്നിട്ട് ഇവിടെ വല കിട്ടും. ഓക്കെ, പകലൊരു 6-6:30 വരെ, ഒരു 8-8:30 വരെ എന്തുണ്ടാവും, ഈ 8 കാലിലുള്ള വല കിട്ടിയേക്കും. ഈച്ചകൾ നേരെ അതിരാവിലെ നേരെ വരുമ്പോൾ 8 കാലിൻ്റെ ഉള്ളിലാവും. അങ്ങനെ ദിവസവും ഈച്ച ശോഷിച്ച് വരും. നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ ഈ 8 കാലി കാണും, ഒന്നും കാണില്ല. പക്ഷേ ഈ രാത്രി പൊളിച്ച സമയമാകുമ്പോൾ ഈച്ചകൾ എന്ത് ചെയ്യും, ഈച്ചകളെ ഇവർ അറ്റാക്ക് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ വെക്കുകയാണെങ്കിലും ശ്രദ്ധിക്കുക. അതേപോലത്തെ പിന്നെ സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത്, അതായത് ഈ ഗ്രില്ലിൻ്റെ പുറത്ത് എന്ത് ചെയ്യുക, കൂടെ അറ്റാച്ച് ചെയ്യുക. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ കുറേ ഈച്ചകൾ ശോഷിച്ച് പോകും. അപ്പോൾ വളർച്ച മുരടിക്കും. അങ്ങനെ റാണി മാത്രം ഒറ്റക്കാവും, കോളനി നശിക്കും. അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യരുത്. ഇതാണ്ടില്ല നല്ല ഇത് പിന്നെ റാണി മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. ഇത് മുട്ടയാണ്, ഇതിൽ റാണിയുണ്ട്, കണ്ടോ, പുതിയ മുട്ടയാണ്. ഇതിലുണ്ട് ഈ ഭാഗം മൊത്തം തേന. ഇത്രയും ഈച്ച കുറഞ്ഞിട്ട് പോലും ഇതിൽ അത്യാവശ്യം തേന് വെച്ചിട്ടുണ്ട്. അതിനർത്ഥം ഇവിടെ തേനിൻ്റെ സ്രോതസ് ഉണ്ട്. പക്ഷേങ്കിൽ എന്തില്ല മറ്റേ പിന്നെ വേണ്ടത്ര വളർച്ച ചെയ്യാനുള്ള സാഹചര്യം ഇവർ ഒരുക്കി കൊടുത്തില്ല എന്നുള്ള മാത്രം മിസ്റ്റേക്ക്. ഞാൻ അതെടുത്തോ, പാത്രം എടുത്തോ. അപ്പോൾ ഈ അടിഭാഗത്ത് തേനൊന്നും ചെയ്യുന്നില്ല, മുകൾ ഭാഗത്ത് തേൻ മാത്രം നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്യുന്നു, വെക്കുന്നു. നമ്മൾ കമ്പനിക്ക് 21 തലയിട്ട് നോക്കുന്നുണ്ട്. 21 തലയിട്ട് നോക്കുന്നുണ്ട് നമ്മളെ കമ്പനിക്ക്. സൂം ചെയ്തെടുക്കട്ടെ, സൂം. തേനീച്ച ഇപ്പം എൻ്റെ തലയിൽ തേൻ കൂടുവാടാ. അപ്പം ഇതാണ് നമ്മുടെ സ്ഥലം. അപ്പം ഇതാണ് സാറിൻ്റെ അമ്മ. ഇവിടെ തേനീച്ചകൾ വെക്കാനുള്ള കാരണം എന്താ ശരിക്കും? സന്തോഷം. പിന്നെ ശുദ്ധമായ തേനും കിട്ടും. പിന്നെ ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പം പരാഗണത്തിനൊക്കെ ഇത് സഹായിക്കും. ഓക്കെ, ഇത് സ്ഥലം കറക്റ്റ് എവിടെ വരുന്നത്? വട്ടിയാന്തോട്, കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് വട്ടിയാന്തോട് അല്ലേ? ഓക്കെ. ഇവിടെ എന്തൊക്കെ കൃഷിയല്ലേ മെയിനായിട്ട്? റബ്ബർ, തെങ്ങ്, പിന്നെ നട്ടുപിടിപ്പിച്ച പാവലോ? അത്യാവശ്യം എല്ലാ സാധനങ്ങളും വെച്ച് പിടിച്ചിട്ട്. അവിടെ ഫ്രൂട്ട്സും കുറെ സാധനമൊക്കെ ഉണ്ട്, ചെടികള്. അതാ ചിക്കും ഉണ്ട്, മാവും പ്ലാവും. അതാ ഇത് കണ്ടിക്കാ. ഇതെന്താണ് എന്ന് അറിയുന്ന ആളുകളൊന്ന് കമന്റ് ചെയ്തോ. ഇതിന്റെ പേരറിയോ ചേച്ചി? ഏത്? ഏത്? ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ? ആ സാധനം അല്ലേ? കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുളമുണ്ട്, ഇപ്പുറത്തെ റബ്ബറുണ്ട്. നല്ല ഏരിയ ആണ് കേട്ടോ. ഇപ്പുറത്തെ റബ്ബർ, പിന്നെ മീൻകുളം, ആവശ്യത്തിന് വെള്ളവും തേനിച്ച് കിട്ടുക. ഇതൊക്കെ തേനിച്ച് കൂടി സ്ഥാപിച്ചിരിക്കുകയാണ്. അതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ടയറിൽ സെറ്റാക്കി കൊടുത്തത്. പ്ലാവ്, മുള്ളാത്ത ഇതാ. അതാണ് മുള്ളാത്ത അല്ലേ? ഓക്കെ. എന്തായാലും ഓക്കെ. അപ്പം ഞങ്ങൾ പോട്ടെ. എന്നിട്ട് അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യാം, വരാം. അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും തേൻ എടുക്കണം. കോവല്. ഇത് കുറച്ച് നീളമുണ്ടല്ലോ കോവല്. നീളമുള്ള കോവല് വെറൈറ്റി അല്ലേ? ആകാശവെള്ളരി. ഓക്കെ. അപ്പോൾ ഇത് കാണുന്ന ആളുകളൊക്കെ പച്ചക്കറിയൊക്കെ വെച്ച് പിടിപ്പിക്കുക. വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കാം അല്ലേ? ഇതെന്താ? ഓ, മുന്തിരി ഉണ്ടോ? ഇന്റർനാഷണൽ തന്നെ അതാ മുന്തിരി. ഇത് കായ്ച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? കായ്ച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാ അല്ലെങ്കിൽ? നഴ്സറിയിൽ നിന്ന് വാങ്ങിയത്. ഓക്കെ. അപ്പോൾ നമ്മൾ പോയിട്ടോ. ടാറ്റാ. ഇല്ല. ഓക്കെ. എങ്ങനെയുണ്ട് നമ്മളെ കസ്റ്റമർ? അടിപൊളി. ഹാപ്പി അല്ലേ ചേച്ചി? എല്ലാം കൊണ്ട് നല്ല അമ്മ. അതിന്റെ ഇടയിലൊരു മാങ്ങ. ചേച്ചി തന്നെയാ? ഓ സ്നേഹം. അല്ല, ഒന്നവിടെ ഞാൻ വെച്ച്. നമ്മളോട് ആരും മാങ്ങ വെച്ചില്ലേ, ഇവരോടാണ് മാങ്ങ വെച്ചത്. ഞാൻ മുംബൈ
അവിടുത്തെ കേന്ദ്ര തേനീച്ച ഗവേഷണ കേന്ദ്രത്തിലെ ട്രെയിനറാണ്, അധ്യാപകനാണ്, ഒരു വാഫിയാണ്. അപ്പോൾ വാഫി ഞാൻ സൈഡായിട്ട് ഇത് ചെയ്യുന്നു, പിന്നെ അവിടെ വർക്ക് ചെയ്യുന്നു. അതാണ് എൻ്റെ പരിപാടി. നമുക്ക് ഒന്നും കൂടി സെറ്റപ്പിൽ ചെയ്യണം. രണ്ടെണ്ണം വേണമല്ലേ? ടയർ കൊണ്ടുവന്നിക്കണം നമ്മുടെ അടുത്തുണ്ട്. ഓ എല്ലാം കൊണ്ടുവന്നു. ഗാന്ധി ഗ്രാമോ? ഔഷധി പോലത്തെ ഒന്നില്ലേ? ആ ഉണ്ട്. അവിടുത്തെ അതിന്റെ എന്തോ ഒരു ഇതൊന്നും ഇൻസ്റ്റേഷൻ ഉണ്ടാവും. അതൊന്ന് എടുക്കുക, ഇത് ലോക്ക് ചെയ്യാം. ഞങ്ങൾക്ക് അടുത്ത് കൂടാം. യെസ് അതന്നെ. നഷ്ടപ്പെടുന്ന ഐസുകൾ. അപ്പൊ നമ്മൾ അടുത്ത കോളി ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ആ രണ്ടാമത്തെ കോളി. ഇതെവിടെയാണ് സ്ഥലം? എവിടെയാണോ? കണ്ണൂർ ജില്ലയിൽ. കണ്ണൂർ ജില്ല. ആ പിന്നെ കൂടാളി ഗ്രാമപഞ്ചായത്ത്. കൂടാളി ഗ്രാമപഞ്ചായത്ത് അവിടെയാണ് നമ്മൾ ഓക്കെ. അപ്പോൾ ഈ കോളനി നമ്മൾ ഓപ്പൺ ചെയ്യാണ്. കണ്ടിട്ട് നല്ല സ്ട്രെച്ച് ഉണ്ട്. തുറന്ന് നോക്കാം. അടിപൊളി. ഫുള്ള് തേന കണ്ടില്ലേ? നിറയെ ഫുള്ള് തേന. അടിപൊളി വർക്കിംഗ് ഉള്ള കോളനിട്ടാ ഇത്. ഫോണെന്നാ. അപ്പോൾ നമ്മുടെ കൂടാളിയുള്ള സ്ഥലത്തെ തേനീച്ച കോളനിയുടെ സ്ട്രെങ്ത്താണിത്. കണ്ടില്ലേ? ഈ കാരണം മൊത്തം തേനാണ്. ഇത് പൂമ്പൊടി, ബാക്കി മുഴുവനും തേനാണ്. ഇതാ ഇത് ഫുള്ള് മുട്ട. ഇതൊക്കെ നമുക്ക് പിരിച്ചു വെക്കാം. റെഡി. അടിപൊളി കോളനി. യെസ്. റാണി എവിടെ റാണി? പെട്ടെന്ന് പോലും നിന്നെ കണ്ടാലേ പരിപാടി നടക്കും. ഇതുവരെ നമ്മൾ റാണീനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൽ റാണി ഉണ്ട് ഇതില്. പക്ഷെങ്കിൽ ആ റാണിനെ കാണാതെ നമ്മൾ തേൻ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തേൻ എടുക്കുന്ന കൂടുതൽ ചത്തു പോകും. അപ്പം അത് നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഒന്നും കൂടി സൂക്ഷ്മമായിട്ട്. യെസ്. അപ്പം നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നോക്കണം. വാ നീ വാ. അതാ മുഖാവരണ മുഖാവരണ ഇതാ അടാ. അതിലൊന്നും കൂടി ഉണ്ടാ. ഇതിലെനിക്ക് ചെറിയൊരു സ്പൂണ് വേണം. വൃത്തിക്ക് പൊട്ടാണ്ടിരിക്കും. സാധാ സ്പൂൺ മതി. സീനിന്റെ ഈ അറിയിലാണ്. ഓടി കളിക്കുന്നുണ്ട്. ഇപ്പൊ തേങ്ങ കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ വെച്ചത് കിട്ടില്ല. റാണിൽ കണ്ട് പുള്ളിയിലുണ്ട്. ഞാൻ കത്തി എടുത്തിട്ട് തോണ്ടി ആക്കണം. ഞാനിങ്ങനെ ഇത് ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ നമ്മൾ ഇല്ല, അത് നമ്മൾ തുടച്ച് ക്ലിയർ ആയി കൊടുക്കും. ഇത് വാക്സ്. ഇത് നമ്മൾ അരിപ്പയിലിടും. അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് അത് പൊട്ടി തേ മാത്രമേ ഇതിൻ്റെ അടിയത്തെ പാത്രത്തിൽ വീഴും. ചൂട് കൊണ്ട് ഉരുകും. ഏട് കുരുക്കിയിട്ട് തേ മാത്രമേ ഇതിൻ്റെ അടിയിൽ വീഴും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം? തേൻ സെപ്പറേറ്റ് അരിച്ച് കുപ്പിയിലേക്ക് കൊടുക്കും. അജയ് അതും കാണിക്കുന്നത് ഭാഗത്തിനാണ് നമ്മൾ തേൻ എടുക്കുന്നത്. പൂമ്പൊടി തട്ടാത്ത മൂപ്പര് തന്നെ എപ്പോൾ വരുവാ?
ഇപ്പം വരും ജൂലൈയിൽ വരും. ജൂലൈ ഇല്ല ഇപ്പം ഇന്നിപ്പം കൽക്കട്ടയിൽ പോയി ആ ഇന്നിപ്പം പോകും. ആ ആ ഇന്ന് വരില്ല. ആ അവിടെ എന്തോ മുപ്പർക്കാണ് ഇതിനോടൊരു താല്പര്യം അല്ലേ? ആട് കോഴി അതൊക്കെ ഉണ്ടോ? ആടിൻ്റെ എല്ലാം ഭയങ്കര ലോകത്തിൽ പോകുന്ന ആട് ഇവിടെ ആൾക്കാരെ ഏൽപ്പിച്ചാൽ നടക്കുക അത്. നമ്മുടെ തുണി ഇതാണോ തുണി? ആ തുണിയാണ്. പൊട്ടി വെച്ചതൊക്കെ നമ്മൾ തുടച്ചു കൊടുക്കും. റാണി അതിൽ വീട് ചാവാതിരിക്കും. ഇനി നമ്മൾ ഇത് നേരെ അടച്ചു വെക്കാം. ആയിക്കോളിലേക്ക് വെച്ചു കൊടുക്കും. ചെറുതേനിച്ച കോളനി ഇതാ നമ്മൾ പിരിച്ചു വെച്ചിട്ടുണ്ട്. എവിടെ? അതൊക്കെ മേലോട്ട് കയറിക്കോളും. അപ്പോ ഇക്ക ഇതെവിടെ സ്ഥലം ഒന്ന് പറയോ? കൂടാലി. ഈ ചെറുതേനിച്ച കോളനി വെക്കാനുള്ള കാരണം എന്താ? ഇത് വെക്കാനുള്ള കാരണം ഓന്റെ താല്പര്യമോ? പിന്നെ തേനും കിട്ടും കാര്യങ്ങളൊക്കെ അല്ലേ? ഓക്കെ. മകനാണ് ഇത് അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളത്. ഇപ്പൊ അടുത്ത തേനാണിത് കേട്ടോ. അപ്പൊ പോയിട്ടോ കാണാം. ഏത്? ആ അയച്ചു കൊടുത്തു. ഞാൻ നമ്മളിപ്പോൾ ഉള്ള ലൊക്കേഷൻ ഇതാ. ഇവിടെ ഒരു വീട്, ഇതിൻ്റെ നേരെ ഇങ്ങനെ. അപ്പോൾ ഈ കോളനിയിൽ നിന്ന് നമുക്ക് തേൻ കിട്ടിയിക്കില്ല. പക്ഷേ ഈ ഒരു കോളനി 2 ആക്കിയിട്ടുണ്ട് കേട്ടോ. തേൻ ഇതിലില്ല, പൂമ്പൊടിയാണ് കൂടുതലും. ഇത് നമ്മളെ കൂത്തുപറമ്പ് ഭാഗത്തുള്ള ഒരു മേഡത്തിൻ്റെ വീടാണ്. ഇവിടെ 2 കോളനിയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നല്ല പ്രകൃതിയാണ്. പക്ഷെങ്കിൽ തേൻ കിട്ടുന്ന പൂക്കൾ കുറവാണ്. കുറേ പൂക്കളുണ്ട്, അതും ഇതൊക്കെ ഉണ്ട്. പക്ഷേ തേൻ കിട്ടുന്ന പൂക്കൾ കുറവാണ്. അപ്പോൾ ഞാൻ തേൻ കിട്ടുന്ന പൂക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അടുത്ത പ്രാവശ്യം വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോളനി നോക്കുകയാണ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, കോളനി തുറക്കാം. തുറന്നിട്ട് എന്താ സ്ഥിതി എന്നൊക്കെ നോക്കാം. പിന്നെ വെയിൽ കൊള്ളണ്ടേ? നേരത്തെ അപ്പുറത്തൊരു മേഡത്തിൻ്റെ വീട്ടിൽ നിന്ന് അവിടെ കോളനി നമുക്ക് 2 ആക്കാൻ പറ്റിയിരിക്കുന്നത്. ഒരു കോളനി 2. കോളനിയൊക്കെ പക്ഷേ തേൻ കുറവാ. ഇവിടെ എന്താ സ്ഥിതി നമുക്ക് നോക്കാം. അപ്പൊ തുറക്കുമ്പോ കാണാം എന്താ സ്ഥിതി. ഒന്നും ചെയ്യണ്ട. അത് മഴ ചാറുന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഒന്ന് ഇപ്പം തന്നെ കവർ ചെയ്ത് വെക്കാം. പ്ലാസ്റ്റിക്കോ ചാക്കോ അങ്ങനത്തെ എന്തെങ്കിലും. എന്നാ പിന്നെ വേറെ ഒന്നും ചെയ്ത് കൊടുക്കണ്ട നിങ്ങള്. അതെടുത്തോ, അത് നിർബന്ധ. ഒന്നും കൂടി കിട്ടിയാ സുഖം. ആയിക്കോട്ടെ, മതി മതി മതി. തുറക്കുന്ന കിട്ടിക്കണം. അപ്പം നമ്മൾ മേഡത്തിൻ്റെ വീട്ടിലത്തെ തേന് ഓപ്പൺ ആക്കുകയാണ്. ഇതിലും തേന് കമ്മിയാണ്. ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ മാത്രമില്ല, തേനാവുന്നേ ഉള്ളൂ. ഓക്കെ മേഡം, പുതിയ മീൻ എത്തിയോ? ആ ഇത് പിടിക്കാൻ പറ്റില്ല, ഇത് വളർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതിപ്പോ നിലവിൽ എന്താ വെച്ചാൽ ഇവിടെ തേന് കുറച്ച് കുറവുണ്ട്. അപ്പൊ ഈച്ച വളർന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണോ, ഇനി ഇത് ഡിസംബർ ഒക്കെ ആവുമ്പോഴേ ഇതിനി ഫുള്ള് വളരുള്ളൂ. എന്നിട്ട് തേൻ നടക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. വളർച്ച കുറവാ മീൻസ് ആ ഒരു സോഴ്സ് കുറച്ച് കുറവാണ്. തേനിന്റെ സോഴ്സ് കുറവ്. ഇതുണ്ടല്ലേ, ഇത് പൂമ്പൊടിയാണ്. ഇത് നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു പുളി കഴിക്കും. അത് പൂവിന്ന് എടുക്കുന്ന പൂമ്പൊടിയാണ്. അത് മനസ്സിലായി. ആ ഈ സാധനം നമുക്ക് കഴിക്കാൻ കഴിയും. അപ്പൊ പൂമ്പൊടിയാണ് കൂടുതലുള്ളത്. തേനൊരു ലേശേ ഉള്ളൂ. അത് നമുക്ക് ഇവർക്ക് തന്നെ കൊടുക്കാം. അപ്പൊ ഇനി ഡിസംബർ മാസം ആകുമ്പോൾ എന്ത് ചെയ്യാം, ഡിസംബർ മാസം ആകുമ്പോൾ വലിയ തേൻ കിട്ടും. അപ്പൊ ഇതൊന്നും ചെയ്യണ്ട. 10 മണി ചെടി അറിയോ? 10 മണി 4 മണി എന്ന് പറയുന്ന ആ ചെടി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏത് തേനില്ലാത്ത സ്ഥലത്തും തേൻ കിട്ടും. ഇവിടെ എന്തായാലും ചെടികളില്ലേ, ഇപ്പൊ നഴ്സറി പോയാൽ 10 മണിയിൽ കിട്ടും. അങ്ങനത്തെ ഒരു 10 കവർ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും തേൻ ഉണ്ടാവും. 10 മണി ദിവസവും തേൻ കിട്ടും. ഓർക്ക് ആ പൂവാണ് കൂടുതൽ തേൻ കിട്ടും.
ബാക്കിയുള്ള പൂക്കളിലൊക്കെ പൂമ്പൊടിയായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ നിന്നൊക്കെ ഒരു പൂമ്പൊടിയാണ് കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ നേരെ 10 മണിക്ക് അതായത് ഇത് കണ്ട ഈ പൂമ്പൊടി ഉണ്ടല്ലോ, ആ പൂമ്പൊടിയും തേനും കൂടി മിക്സ് ആക്കിയിട്ട് ബ്രെഡ് പോലെയാണ്. അതാണ് ഈ ഈച്ചകൾ കഴിക്കുക. അപ്പോൾ തേന് കുറേ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ കുറേ നടക്കും, പൂമ്പൊടി കുറേ കിട്ടിക്കഴിഞ്ഞാൽ പൂമ്പൊടിയും കുറേ നടക്കും. അപ്പോൾ നമ്മളിനി ചെയ്ത് കൊടുക്കാനുള്ളത് ഒരു 10 മണി കവറുകൾ കവറിൽ ഇങ്ങനെ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഡിസംബർ ആകുമ്പോഴേക്കും നന്നായിട്ട് ജീരകം കിട്ടും, ഇവർക്ക് തേനും കിട്ടും. അതിനൊക്കെ നന്നായിട്ട് തേനുണ്ട്. ജീരകം, കടുക്, 10 മണി. അതിന് എല്ലാ പൂക്കളിലും ഈ നെക്ടർ കുറവായിരിക്കും, മധു കുറവായിരിക്കും, തേന്. പൂമ്പൊടിയാണ് കൂടുതൽ ഉണ്ടാവുക. ആ വാക്സോ അത് തുപ്പിക്കളയാം. അത് ശരിക്കും നമ്മൾ കുറച്ച് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നല്ല വില കിട്ടും. 1200 റുപ്യ ഉണ്ട്. അത് നമുക്ക് ഇപ്പൊ കുറച്ചുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ തന്നെ തേന് നമ്മൾ ഇതിൽ മുറിച്ചിട്ട് ഈ അരിപ്പയിലേക്ക് ഇടും. അപ്പൊ അത് മെഴുകായോണ്ട് പൊട്ടി പൊട്ടി തേൻ മാത്രം അതിൻ്റെ ഉള്ളിൽ വേകും. ആ വാക്സ് കളയൂല, നമ്മൾ ശരിക്കും അത് കഴുകി അതിന്റെ തേനങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു മെഴുകായിട്ട് കിട്ടും. എന്നിട്ട് കൂട് നമ്മളിങ്ങനെ വേറെ കൂടാക്കുമല്ലോ, അപ്പൊ കൂടിൻ്റെ ഉള്ളിൽ തന്നെ തേച്ച് കൊടുക്കും. അപ്പൊ ഈച്ചകൾ തന്നെ അത് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചു കൊടുക്കും. അത് ഓരോ പള്ളേൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സെറുമർ എന്നൊരു ഗ്രന്ഥി ഉണ്ട് പള്ളേൻ്റെ ഇടയിൽ. അതും പിന്നെ മരത്തിന്റെ പശയും അതും കൂടി ചേർത്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അതന്നെ ക്രീമിന് ഉപ്പൂറ്റി കൊണ്ടുവരുന്ന ലിബാം. ചേച്ചി അത് പറ്റുകയാണെങ്കിൽ ഈ ആഴ്ചത്തേന് ഒന്ന് ചെയ്ത് കൊടുത്താൽ നന്നാവും. ഇതില് മറ്റേനേക്കാട് ഉഷാറുണ്ട്. അതായത് ഈച്ചക്ക് നന്നായിട്ട് വളർന്നിട്ടുണ്ട്, മുട്ടയൊക്കെ ഉഷാറാണ്. കണ്ടില്ലേ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മുഴുവൻ എന്താണ് പൂമ്പൊടിയാണ്. പൂമ്പൊടി ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് സാധാ പൂവിൻ്റെ പൊടിയാണ്, നാച്ചുറൽ. ദിവസം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്പൂൺ വീതം അങ്ങനെ കഴിച്ചാൽ മതി. നാച്ചുറൽ പ്രോട്ടീനാണ്, ഇത് നമുക്ക് എടുക്കാം. അവർക്ക് ആവശ്യമുള്ള പൂമ്പൊടി ഇവിടെ ഉണ്ട്. മതിയോ? അപ്പം വേണ്ട. ഓക്കെ, ഞാനത് ടേസ്റ്റ് നോക്കാൻ വേണ്ടി താത്തേന് ടേസ്റ്റ് നോക്കാൻ കഴിയാൻ അങ്ങനെ പതുക്കെ വായിലിട്ടോ, അതിന്റെ മെഴുക് തുപ്പിക്കാനായി. ഇതിന് നല്ല രസമാണ് ഇതിന്റെ തേന്. വീഡിയോ അവസാനിച്ചിട്ടില്ല കേട്ടോ. ഇതിന് ഒരുപാട് ഇൻഫർമേഷൻ തൊട്ടടുത്ത സൈറ്റിൽ പോയിട്ട് മറ്റൊരു കസ്റ്റമറുടെ സൈറ്റിൽ പോയിട്ട് നമ്മൾ തേനെടുക്കുന്ന ഹാർവെസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കുറേ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തേനീച്ചനെ പറ്റിയിട്ട് ഡിവിഷനും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് കണ്ടു നോക്കുക, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ഉടനെ തന്നെ ചെയ്യുന്നതാണ്. പിന്നെ ചെറുതേനെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, കൊറിയറായിട്ട് അയച്ചു തരും.